നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ പദ്ധതി രാജ്യത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കയറിക്കിടക്കാൻ വീട് എന്ന ആശയമാണ്. PM ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ നിർമ്മിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ആദ്യം തീരുമാനിക്കുന്നത്. 2015 PM ആവാസ് യോജന ആരംഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഇതുവരെ രാജ്യത്ത് പാവപ്പെട്ട കുടുംബങ്ങൾക്കായി 4.21 കോടി വീടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വീടുകൾക്കൊപ്പം തന്നെ ശൗചാലയങ്ങൾ, LPG കണക്ഷനുകൾ, ടാപ്പുകൾ, വൈദ്യുതി കണക്ഷനുകൾ തുടങ്ങി പല സൗകര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. സമതല പ്രദേശങ്ങളിൽ 1.2 ലക്ഷം രൂപ വരെയും മലയോര സംസ്ഥാനങ്ങളിൽ ദുഷ്കരമായ പ്രദേശങ്ങൾ, ആദിവാസി പിന്നോക്ക ജില്ലകൾ എന്നിവിടങ്ങളിൽ 1.30 ലക്ഷം രൂപ വരെയും സംയോജിത കർമ്മ പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും പണം ലഭിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഗുണഭോക്താവിന് നൽകുന്ന സഹായം കേന്ദ്രം 50% വർദ്ധിപ്പിച്ചേക്കും. അതുപോലെ തന്നെ വീടിന്റെ നിർമ്മാണ ചെലവ് സമതലങ്ങളിൽ നിലവിലുള്ള 1.20 രൂപയിൽ നിന്ന് 1.8 ലക്ഷം രൂപയായും മലയോര മേഖലകളിൽ 1.30 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയായും വർദ്ധിപ്പിച്ചേക്കും. അധികം വരുന്ന ഈ 2 കോടി വീടുകൾ 2016 PM ആവാസ് യോജനയ്ക്ക് കീഴിൽ അനുവദിച്ച 2.95 കോടി വീടുകൾക്ക് പുറമെ ആയിരിക്കും അനുവദിക്കുക. 2.95 കോടിയിൽ 2.61 കോടി വീടുകൾ ഇതുവരെയും നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും വകുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേഴ്സണൽ കാര്യം, പബ്ലിക് ഗ്രീവൻസ് പെൻഷൻസ്, കേന്ദ്ര ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, നയപരമായ എല്ലാ കാര്യങ്ങളും മറ്റു മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകളുടെ എല്ലാം ചുമതല വഹിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആരംഭിച്ച സർക്കാർ എന്ന പദവി നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വന്തമാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യ കണ്ട 14 പ്രധാനമന്ത്രിമാരെയും നരേന്ദ്രമോദി കടത്തിവെട്ടി എന്ന് വേണം പറയാൻ. 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് ഉടമയും കൂടിയാണ്. 2014 മുതൽ 2023 വരെയുള്ള ഭരണകാലത്തിനിടയ്ക്ക് നിരവധി പദ്ധതികളാണ് അദ്ദേഹം രാജ്യത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കും.